ഇന്ന് ജൂൺ 3-ാം തീയതി ചൊവ്വാഴ്ച, സമയം 12:15. ഇന്ന് രാവിലെ 10:45 ഈ തോട്ടിലൂടെ ഒഴുക്കി വിട്ടതിനേക്കാൾ ഭയാനകമായ വിഷക്കൂട്ടാണ് ഇപ്പോൾ ഈ സമയം ഈ തോട്ടിലൂടെ ഈ റീനക്കാരൻ ഒഴുക്കി വിട്ടിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ഇവിടുത്തെ MLA അടക്കമുള്ളവർ ഈ ദുരന്തം കാണണം. ഇതിനെതിരെ നടപടിയെടുക്കുവാൻ നട്ടലുള്ള ഏതെങ്കിലും അധികാരികൾ കണ്ണൂർ ജില്ലയിലുണ്ടോ? ഇത് നിയന്ത്രിക്കേണ്ടത് പഞ്ചായത്താണ്. പഞ്ചായത്തിൻ്റെ അതോറിറ്റിയിലാണ് ലൈസൻസും ബാക്കി കാര്യങ്ങളും കർഷകർക്ക് ഇഷ്യൂ ചെയ്യുന്നത്. പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിയെ പിടിച്ചു കെട്ടിയത് നമ്മൾ കണ്ടതാണ്. ഇവിടെ പണത്തിന് മുകളിൽ പരുന്ത് പറക്കില്ല എന്ന വിധത്തിൽ ഒന്നിനൊന്ന് നാട്ടുകാരെ ഒന്നടങ്കം വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാ അധികാര കേന്ദ്രങ്ങളെയും പണത്തിൻ്റെ ഹുങ്കിൽ വായടപ്പിച്ചുകൊണ്ട് ഈ വലിയ വിഷക്കൂട്ട് നിരന്തരം മഴയുള്ള സമയത്ത് ഒഴുക്കിവിടുന്ന ചിത്രമാണിപ്പോൾ കാണുന്നത്. ഇതിനെതിരെ നടപടിയെടുക്കുവാൻ നട്ടലുള്ള ആരെങ്കിലും ഇവിടെയുണ്ടോ? ഞങ്ങൾ 20 വീട്ടുകാർ കുടിക്കുന്ന ഞങ്ങളുടെ ദാഹജലത്തിനകത്ത് ഈ ചീഞ്ഞളിഞ്ഞ മാലിന്യം നിറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ പരിസരത്ത് നിൽക്കുവാൻ ഇപ്പോൾ കഴിയുന്നില്ല. 4 ദിവസം പഴക്കമുള്ള മനുഷ്യ ശരീരം ചീഞ്ഞതിനേക്കാൾ വലിയ ദുർഗന്ധമാണ് ഈ കൂട്ടിലൂടെ. ഇവിടെ പരിസരത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അത്ര ഭയാനകമായ കാഴ്ചയാണ് ഇത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ 1.25 ലക്ഷം കുടിവെള്ള ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്നത് പഴശ്ശി പ്രൊജക്റ്റിലെ വെള്ളമാണ്. അതിനകത്തേക്കാണ് സൾഫർ കലർന്ന മറ്റ് കെമിക്കലുകൾ ഉള്ള ഈ വിഷക്കൂട്ട് ചെന്നടിയുന്നത്. ഞങ്ങളുടെ പരിസരങ്ങളിലെ കിണറുകൾ മുഴുവൻ, പറമ്പുകൾ മുഴുവൻ ഇത് ഓവർഫ്ലോ ചെയ്ത് കയറിയിരിക്കുകയാണ്. ഇവിടെയുള്ള ജലസ്രോതസ്സ് മുഴുവൻ മലിനമാക്കിയിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ പ്രഗത്ഭരായ അഡ്വക്കേറ്റ്സ് ഉണ്ടല്ലോ, ഈ നാട്ടിൽ നീതി നടത്തിത്തരാൻ അവർക്ക് കഴിയുമോ? ഞങ്ങൾക്കിതിന് എതിരെ നിയമ നടപടികളുമായി പോകാനുള്ള സാമ്പത്തിക സ്ഥിതി ഈ നാട്ടിലെ പാവങ്ങൾക്കില്ല. അന്നന്ന് കഠിനാധ്വാനം ചെയ്ത് പട്ടിണിയില്ലാതെ കുടുംബം വളർത്തുന്ന വളരെ സാധുക്കളായ ആളുകളാണ് ഈ വെള്ളം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദുസ്ഥിതി മനസ്സിലാക്കി ഇവർ കാണിക്കുന്ന അതികഠിനമായ നിയമലംഘനത്തിനെതിരെ നടപടിയെടുക്കുവാൻ കണ്ണൂർ ജില്ലയിലെ ബാർ അസോസിയേഷൻകാർ ഇതുമായി ബന്ധപ്പെടണമെന്ന് നാട്ടുകാരായ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത്ര മാത്രം വിഷലിപ്തമായ വെള്ളമാണ് ഈ കൈറ്റിലൂടെ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 1.5 മണിക്കൂർ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനേക്കാൾ ഇരട്ടി കൊഴുപ്പുള്ള വിഷലിപ്തമായ ദ്രാവകമാണ് തോട് കവിഞ്ഞ് ഇതിലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പഞ്ചായത്ത് അധികൃതർക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഈ കാണിക്കുന്ന തെമ്മാടിത്തത്തിന് എതിരെ നടപടിയെടുക്കുവാൻ അയ്യങ്കുന്നം പഞ്ചായത്തിൽ പ്രസിഡൻ്റായ കുരിയാച്ചനും ഭരണസമിതിക്കും കഴിയുമെങ്കിൽ നാട്ടുകാരുടെ ഈ ആവശ്യം പരിഗണിക്കുക. ഇതുമാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ.